ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ്. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. ഉണ്ടോ? ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ് യേശുക്രിസ്തു മധ്യസ്ഥനാണ്. യേശുക്രിസ്തു മധ്യസ്ഥനാണ്. എപ്പോഴാണ് നമുക്ക് മധ്യസ്ഥം ആവശ്യമായി വരുന്നത്? ഒരു പ്രശ്നങ്ങളുള്ളപ്പോഴാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഒരാൾ വേണം. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, അത് മനുഷ്യന്റെ പാപമാണ്, തിന്മയാണ്. അപ്പൊ പാപത്തിന് അടിമയായിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിനല്ലാതെ, യേശുക്രിസ്തു എന്ന ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. കാരണം മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായത് യേശുക്രിസ്തുവാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. കണ്ടോ? യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു എന്ന മധ്യസ്ഥനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രശ്നത്തിലാണ്. നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനത്തിലൂടെയാണ്. അനുദപിച്ച് കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മൾ യേശു നൽകുന്ന രക്ഷയിലേക്ക് കടന്നു വരുമ്പോഴാണ് യേശുക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ പിതാവായ ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മൾ അർഹരായിത്തീരുന്നത്. നമുക്കെല്ലാവർക്കും ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ആ മധ്യസ്ഥതയിൽ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്ന ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.